എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അർജന്റീനയുടെ വേൾഡ് കപ്പ് സാധ്യതകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പ് 2022 ഖത്തർ വേൾഡ് കപ്പ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ലയണൽ മെസ്സി ആ ഒരു വേൾഡ് കപ്പിലേക്ക് മുത്തമിട്ടുകൊണ്ടാണ് ആ ഒരു ക്യാമ്പയിൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അർജന്റീനയുടെ ചരിത്രത്തിൽ തന്നെ മൂന്നാമത്തെ വേൾഡ് കപ്പ് സാക്ഷാൽ ഫ്രാൻസിന്റെ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രാൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് നേടിയെടുക്കുക നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു അർജന്റീനക്ക് ഈ ഒരു 2026 വേൾഡ് കപ്പിലേക്ക് വരുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കീഴം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മൾ അർജന്റീന ഏത് ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ജെയിലാണ്. അതൊരു ഗ്രൂപ്പ് ജെയില് അർജന്റീന, അൾജീരിയ, ആസ്ട്രേലിയ, അതുപോലെ തന്നെ ജോർദാനി എന്നീ 4 ടീമുകളാണുള്ളത്. ഇതിൽ തീർച്ചയായിട്ടും ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് അർജന്റീനയാണ്. ഈ ഒരു ഞാൻ ഇതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് പറയുന്നതും ആ ഒരു ഗ്രൂപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഒരു അട്ടിമറി ഗ്രൂപ്പ് ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടൊരു ഗ്രൂപ്പാണ്. കാരണം ഈ ഒരു വേൾഡ് കപ്പിന്റെ ഒരു സ്ട്രക്ചർ നോക്കാണ്ട്, അതായത് പതിവിലേറെ കൂടുതൽ ടീമുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ ലോക്കൽ ടീമുകൾ ഈ ഒരു വേൾഡ് കപ്പിൽ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാട്ടും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ബിഗ് ടീംസിനൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പൊക്കെ സിമ്പിളായിട്ട് അർജന്റീനയെ മറികടക്കും എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ജർമ്മനിയാണ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനലുകൾ കളിച്ച ടീം. അതിനുശേഷം ബ്രസീലാണ്, ജർമ്മനി 8, ബ്രസീൽ 7, അതിനുശേഷം അർജന്റീനയാണ് ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ചിട്ടുള്ളത്. 6 ഫൈനലുകൾ അർജന്റീന കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു രാജ്യം തന്നെയാണ് അർജന്റീന എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻഫോമിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ലയണൽ സ്കലോനി ആ ഒരു വേൾഡ് കപ്പിംഗ് വിൻ മാനേജർ തന്നെയാണ് ഇപ്പോഴും അവരുടെ മാനേജർ എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ഭൂരിഭാഗം പ്ലേയേഴ്സും ഇന്നും അർജന്റീനിയൻ സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർജന്റീന ആ ഒരു പഴയ സ്ക്വാഡ് തന്നെ നമുക്കറിയാം. ഒരു എമിലിയാനോ മാർട്ടിനസ് ഗോളി, കുട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, അതുപോലെ തന്നെ മൊളീന, ഈ ഒരു ഇതും, പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മെക്കാലിസ്റ്റർ, ഡി പൗൾ എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനും, അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ മെസ്സി, അതുപോലെ തന്നെ മാർട്ടിനസ്, അതുപോലെ തന്നെ നിക്കോ പാസ്, അങ്ങനത്തെ ഒട്ടനവധി പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ അർജന്റീനക്ക് അടിയാകാൻ പോകുന്ന എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു ഫൈനലിൽ അത്രയും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയർ ആയിരുന്നു. ആ ഒരു പ്ലെയർ 2 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നേടി. ഈ സ്കലോനി ആ ഒരു ഫൈനലിന് അയാളെ സബ്ബിന് ശേഷമാണ് ഈ ഒരു എംബാപ്പെ ആ ഒരു മാരകമായ കംബാക്ക് ഈ ഒരു അർജന്റീനയോട് സാധ്യമാക്കിയിട്ടുള്ളത്. അത് നമ്മൾ പറയുന്ന കാര്യമല്ല, ഡിമെരിയനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഡിമെരിയ അവിടെ കളിക്കണില്ല എന്നുള്ളതാണ്. ഈ ഒരു ബിഗ് മാച്ചസിലേക്ക് വരുമ്പോൾ അർജന്റീനക്ക് ഈ ഒരു ഡിമെരിയനെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്ലെയറിന്റെ അഭാവം അവിടെ നേരിടാൻ ചാൻസസ് കൂടുതലാണ്. ഇതിന്റെ ഈ ഒരു അർജന്റീനന്റെ ഈ ഒരു ക്യാമ്പയിനിലെ ഇന്റർ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ വരെ അർജന്റീനയ്ക്ക് പോകാൻ കഴിയുന്നുള്ളതാണ്. നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കന്മാർ കൂടിയാണ് ഈ ഒരു അർജന്റീന. അപ്പോൾ മേ ബി ചിലപ്പോൾ ഫൈനലിൽ എത്തിയാലും അതിശയപ്പെടേണ്ടതില്ല. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ക്വാർട്ടർ ഫൈനലിൽ വരെ അർജന്റീന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു അർജന്റീനക്ക് ഈ ഒരു 4ാമത്തെ വേൾഡ് കപ്പിൽ മുത്തമിടാൻ ഈ ഒരു 2026 വേൾഡ് കപ്പിൽ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.